ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ അധ്യായത്തിൽ 23 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. പൗലോസ് ശ്ലീഹ തൻ്റെ ഏതെല്ലാം പ്രേക്ഷിത യാത്രകളിലായാണ് 3 വർഷത്തോളം എഫേസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുള്ളത്? ഉത്തരം: രണ്ടാമത്തെയും മൂന്നാമത്തെയും. ചോദ്യം 2. എപ്പോഴാണ് എഫേസോസുകാർക്കുള്ള ലേഖനം എഴുതുന്നതെന്നാണ് ലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്നത്? ഉത്തരം: തടവിലായിരിക്കുമ്പോൾ. ചോദ്യം 3. എഫേസോസുകാർക്കുള്ള ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്തെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം: ക്രിസ്തുവിശ്വാസം സ്വീകരിക്കാൻ വിജാതിയർക്ക് ലഭിച്ച വിളിയുടെ രഹസ്യം. ചോദ്യം 4. ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച് ആർക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള ഉദ്ബോധനമാണ് ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നത്? ഉത്തരം: പിശാചിനും അന്ധകാര ശക്തികൾക്കുമെതിരെ. ചോദ്യം 5. എന്തിനാലാണ് യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസോസിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നത്? ഉത്തരം: ദൈവ തിരുമനസ്സിനാൽ. ചോദ്യം 6. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് ആശംസിക്കുന്നതെന്ത്? ഉത്തരം: കൃപയും സമാധാനവും. ചോദ്യം 7. തൻ്റെ മുമ്പാകെ എന്തായിരിക്കാൻ വേണ്ടിയാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത്? ഉത്തരം: സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. ചോദ്യം 8. ആരുവഴി നാം ദൈവത്തിൻ്റെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്നാണ് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചത്? ഉത്തരം: യേശുക്രിസ്തു വഴി. ചോദ്യം 9. ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ കൈവന്നിരിക്കുന്നതെന്ത്? ഉത്തരം: പാപമോചനം. ചോദ്യം 10. ക്രിസ്തുവിൻ്റെ രക്തം വഴി നമുക്ക് കൈവന്നിരിക്കുന്നതെന്ത്? ഉത്തരം: രക്ഷ. ചോദ്യം 11. ക്രിസ്തുവിലുള്ള പാപമോചനത്തിൻ്റെയും രക്തം വഴിയുള്ള രക്ഷയുടെയും കൃപ ദൈവം തൻ്റെ എന്തിലെല്ലാമാണ് നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നത്? ഉത്തരം: ജ്ഞാനത്തിലും വിവേകത്തിലും. ചോദ്യം 12. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നതെന്ത്? ഉത്തരം: തൻ്റെ പദ്ധതിയുടെ രഹസ്യം. ചോദ്യം 13. തൻ്റെ പദ്ധതിയുടെ രഹസ്യം ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ എന്തു ചെയ്യുന്നതിനു വേണ്ടിയാണ്? ഉത്തരം: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി. ചോദ്യം 14. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ച് ക്രിസ്തുവിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം എപ്രകാരം ജീവിക്കേണ്ടതിനാണ്? ഉത്തരം: ക്രിസ്തുവിൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി. ചോദ്യം 15. എഫേസോസുകാർ എന്ത് ശ്രവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തു എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: രക്ഷയുടെ സത്വാർത്തയായ സത്യത്തിൻ്റെ വചനം. ചോദ്യം 16. എഫേസോസുകാർ ആരിൽ മുദ്രിതരായിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിൽ. ചോദ്യം 17. ഏത് അവകാശമാണ് നാം വീണ്ടെടുത്ത് സ്വന്തമാക്കേണ്ടത്? ഉത്തരം: ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം. ചോദ്യം 18. ദൈവമഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശത്തിൻ്റെ അച്ചാരം ആര്? ഉത്തരം: പരിശുദ്ധാത്മാവ്. ചോദ്യം 19. എന്തെല്ലാം കേട്ട നാൾ മുതലാണ് ശ്ലീഹ പ്രാർത്ഥനകളിൽ എഫേസോസുകാരെ അനുസ്മരിക്കുകയും അവരെ പ്രതി ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നത്? ഉത്തരം: കർത്താവായ യേശുവിലുള്ള എഫേസോസുകാരുടെ വിശ്വാസം, എല്ലാ വിശുദ്ധരോടും എഫേസോസുകാർ പ്രകടിപ്പിക്കുന്ന സ്നേഹം, ഇവയെപ്പറ്റി. ചോദ്യം 20. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ എന്ത് അവർക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫേസോസുകാരെ നയിക്കട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ. ചോദ്യം 21.
ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് ദൈവം എഫേസോസുകാരെ വിളിച്ചിരിക്കുന്നത് എന്നറിയാൻ അവിടുന്ന് അവരുടെ എന്ത് പ്രകാശിപ്പിക്കട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ആന്തരിക നേത്രങ്ങളെ. ചോദ്യം 22. വിശുദ്ധർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന എന്ത് മനസ്സിലാക്കാനാണ് അവിടുന്ന് അവരുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കേണ്ടത്? ഉത്തരം: മഹത്വത്തിൻ്റെ സമൃദ്ധി. ചോദ്യം 23. ആന്തരിക നേത്രങ്ങൾ പ്രകാശിപ്പിക്കുന്നത് വഴി ദൈവത്തിൻ്റെ പ്രാഭവപൂർണമായ പ്രവൃത്തിക്കനുസൃതമായി വിശ്വാസികളായി നമ്മിലേക്ക് പ്രവഹിക്കുന്ന ദൈവത്തിൻ്റെ എന്ത് എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: അപരിമേയമായ ശക്തിയുടെ മഹനീയത. ചോദ്യം 24. തൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയതയാൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുവശത്തിരുത്തുകയും ചെയ്തപ്പോൾ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ദൈവം എന്തിനെല്ലാം ഉപരിയായാണ് ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കിയത്? ഉത്തരം: എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി. ചോദ്യം 25. ദൈവം ക്രിസ്തുവിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കിയതെന്ത്? ഉത്തരം: എല്ലാ വസ്തുക്കളെയും. ചോദ്യം 26. ദൈവം ക്രിസ്തുവിനെ എല്ലാറ്റിൻ്റെയും മുകളിൽ ആരായാണ് നിയമിച്ചിരിക്കുന്നത്? ഉത്തരം: സഭയ്ക്ക് തലവനായി. ചോദ്യം 27. എന്താണ് ക്രിസ്തുവിൻ്റെ ശരീരം? ഉത്തരം: സഭ. ചോദ്യം 28. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്നത് എന്ത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ പൂർണ്ണത. എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.